അവരെ ഭയമില്ല. എനിക്ക് അവരെ എന്നല്ല, ഈ ലോകത്ത് ആരെയും ഭയമില്ല. കാര്യം എന്തറിയാമോ, ഇപ്പോൾ എന്നെ ഇപ്പം ഞാൻ ഈ പ്രതികരണം എൻ്റെ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ വന്നു കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞപ്പോൾ എന്നോട് പല ആൾക്കാരും ചോദിച്ചു, സ്നേഹ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കൂ, ഇത്രയും പക്വതയുണ്ടോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എല്ലാവരുടെ മുമ്പിലും ചിരിക്കുന്ന അല്ലെങ്കിൽ തമാശ പറയുന്ന ഒരാൾ മാത്രമായിരുന്നു ഞാൻ. പക്ഷേ വേണ്ട സമയങ്ങളിൽ സീരിയസ് ആവാനും പ്രതികരിക്കാനും ഇതിനേക്കാൾ വലിയ പ്രതികൂല സാഹചര്യങ്ങൾ താണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അത്ര കഷ്ടപ്പാടിലൂടെ വന്നതാണോ സ്നേഹ? അല്ല, അതൊക്കെ ഒരു അതായത് ഇപ്പം എന്താ പറയുക, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ജീവിത അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. തീർച്ചയായിട്ടും അല്ലേ? അപ്പം ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് 2 ഘട്ടമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. 2 ലൈഫുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പം ഛായാമുഖി എന്ന് പറയുന്ന നാടകം ഞാൻ ചെയ്യുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. മറിമായത്തിനുമൊക്കെ മുമ്പ് നമ്മൾ ഏറ്റവും ആരാധിക്കുന്ന ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു സീരിയലിൽ അഭിനയിക്കുന്നവരോട് ചോദിച്ചാൽ അവരുടെ 3 ആഗ്രഹങ്ങളിൽ ഒന്ന് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും കൂടെ അഭിനയിക്കണം എന്നുള്ളതായിരിക്കും. തീർച്ചയായിട്ടും. ഇത് ടെലിവിഷനും ഒക്കെ കാണുന്നതിന് മുമ്പേ ഞാൻ സ്റ്റേജിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അത് ലാലേട്ടനോടൊപ്പം. അതെ. അപ്പോൾ അതൊക്കെ അഭിനയം പഠിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ എന്താ പറയുക, ഒരു ഭാഗ്യമാണ്. എനിക്ക് വലിയൊരു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പാഠങ്ങളും ഒക്കെ ആയിരുന്നു ആ ഒരു റിഹേഴ്സൽ സ്പേസും. അതിൽ വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ ഇപ്പം മേക്കപ്പിനാണെങ്കിൽ പട്ടണം റഷീദൊക്കെ ആയിരുന്നു. മനസ്സിലായില്ലേ? അത്തരം വലിയ പ്രഗത്ഭരായ ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ജീവിതത്തിലെ അനുഭവങ്ങളും വലുത് തന്നെയാണ്.